സിസേറിയന് ശേഷം വീട്ടിൽ പോയി കഴിഞ്ഞ് ഈ വൂണ്ട് കെയർ ചെയ്യുമ്പോൾ ലൈറ്റായിട്ടുള്ള സോപ്പും വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക. എന്നിട്ട് ആ ഏരിയ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വെക്കുക ടവൽ ഉപയോഗിച്ച്. അല്ലെങ്കിൽ ഹെയർ ഡ്രയറൊക്കെ പോലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഡ്രൈ ആക്കുന്നത് ചിലർക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് കാണുന്നുണ്ട്. ഹൈ വേസ്റ്റ് ആയിട്ടുള്ള പാൻറ്റീസ് ഉപയോഗിക്കാം. മുറിവിലേക്ക് ഈ പാൻറ്റീസിൻ്റെയൊക്കെ എഡ്ജ് കൊണ്ട് പ്രശ്നം ഉണ്ടാവരുത്. ചിലർക്ക് ഇപ്പോൾ സിസേറിയന് ശേഷം കൂടുതൽ പെയിൻ കൂടുതലാണെങ്കിൽ അബ്ഡോമിനൽ ബൈൻഡേഴ്സ് ഉപയോഗിക്കുന്നത് യൂസ്ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ആ മുറിവിൽ കുറച്ചൊരു നംനെസ്, ഒരു മരവിപ്പ് ചിലർക്ക് 1-2 മാസത്തേക്കിന് ഉണ്ടാകും. അത് പ്രശ്നമുള്ള കാര്യമല്ല. വയറ് കൂടുതലായിട്ട് ആ മുറിവിൻ്റെ മുകളിലേക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പൊക്കി എയറിന് എക്സ്പോസ്ഡ് ആയിട്ട് രാവിലെയും വൈകുന്നേരവും കുറച്ച് നേരം വെക്കുന്നത് നല്ലതാണ്. കുറച്ച് സമയം ഡെയിലി നടക്കുന്നതും ഒക്കെ ഈ മുറിവിൻ്റെ പെയിൻ കുറയ്ക്കാൻ നല്ലതാണ്. സ്ട്രെയിനുവസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ആ മുറിവിൻ്റെ ഹീലിങ്ങിനെ ബാധിക്കാം. അതുകൊണ്ട് റൂട്ടീൻ വാക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ മതി. സ്ട്രെയിനുവസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു 6 ആഴ്ച അവോയ്ഡ് ചെയ്യുക. മുറിവിൻ്റെ ഹീലിങ്ങിനെ ബാധിക്കാതിരിക്കാനായിട്ടാണ്.